നമസ്കാരം. വെളുക്കാൻ തയ്ച്ചത് പാണ്ട എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതെങ്ങനെയാണെന്ന് അരിത ബാബു നല്ല വെളുപ്പായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെയും യൂത്ത് കോൺഗ്രസിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി അരിത ബാബു ഒരു നല്ല ഗംഭീര പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു. അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസ് ഒന്ന് തൂക്കിയെടുത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലിട്ട കഥ എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടം ഒരു സംഘം ആളുകളായിട്ട് ചെന്നിട്ട് അവിടെ പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. പോലീസുകാരെ അതിക്രൂരമായിട്ട് ആക്രമിക്കുന്നു, അവരുടെ ഷീൽഡ് മേടിച്ച് തല്ലിപ്പൊളിക്കുന്നു, പോലീസ് വാഹനം ബസ്സൊക്കെ തല്ലി തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. അങ്ങനെ തലസ്ഥാന നഗരിയിലെ സമാധാന അന്തരീക്ഷം ഒക്കെ തല്ലിക്കെടുത്തിക്കൊണ്ട് അങ്ങ് ഒരു കലാപം അഴിച്ചു വിട്ടതുപോലെ ഇങ്ങ് പൂണ്ട് വിളയാടി. നേരം വെളുത്തുമ്പോൾ പോലീസ് വീട്ടിൽ ചെന്ന് പൊക്കി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിട്ടു. അവസാനം രാഹുൽ മാങ്കൂട്ടത്ത് അകത്തായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു പൊതുജന വികാരം ഉയരുന്ന സാഹചര്യം ഉണ്ടായി. ഇവൻ അകത്ത് കിടക്കേണ്ടവൻ തന്നെയാണ് എന്ന രീതിയിലുള്ള ഒരു വിധിയെഴുത്ത് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അല്ല, പുള്ളി പാവത്താനാ, പുള്ളി നന്മമരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കളക്ടറേറ്റിലേക്ക് പല പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് പോലീസിന്റെ തേർവാഴ്ചയാണ്, പോലീസ് വല്ലാത്ത രീതിയിലുള്ള അതിക്രമം അഴിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എവിടെ ഇവരാണ് അതൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി. അവസാനം കളക്ടറേറ്റ് മാർച്ചിൽ പോലീസിന്റെ മുമ്പിൽ നിന്ന് ഈ പറയുന്നത് പോലെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ പലയിടങ്ങളിലൊക്കെ ഇവർ പല രീതിയിലുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടി, ചിലയിടങ്ങളിലൊക്കെ നന്നായിട്ട് മേടിച്ചു കൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു കളക്ടറേറ്റ് മാർച്ചിൽ, ജില്ലാ കളക്ടറേറ്റ് മാർച്ചിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മേഘ രഞ്ജിത്തിന് ചെറിയ പരിക്കുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ പരിക്കുകൾ സംഭവിച്ചപ്പോൾ മേഘ രഞ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അന്ന് മേഘ രഞ്ജിത്തിന് വേണ്ടി 8 ലക്ഷം നമ്മുടെ പാർട്ടി കൊടുത്തു, നമ്മുടെ യൂത്ത് കോൺഗ്രസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അരിത ബാബു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അവസാനം മേഘ തന്നെ ഫേസ്ബുക്കിന് അടിയിൽ ഒരു കമന്റ് ഇട്ടു, എനിക്കത് കിട്ടിയിട്ടില്ല, എന്റെ പേരിൽ ആരാണ് പിരിച്ചത്, ആരാണ് അതിനിടയിൽ ആ പൈസ മേടിച്ചെടുത്തതെന്നൊക്കെ ചോദിച്ചൊരു ഒന്നൊന്നര ഒരു കമന്റും കിട്ടും. ആ കമന്റിൽ അരിത ബാബു കയറി. അരിത ബാബു ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പോലും നൽകിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ ചോദ്യത്തിന് വലിയ പിന്തുണയുമായി നിരവധി പ്രവർത്തകർ വന്നു, അവർ ലൈക്ക് ചെയ്തു. ആ പൈസ ആര് കൊണ്ടുപോയി പുട്ടടിച്ചു എന്നാണ് ചോദിച്ചത്. പിന്നീട് അത് വാർത്തയാകുന്ന സാഹചര്യം ഉണ്ടായി. അരിത ബാബു ഇങ്ങനെ വൈകാരികമായിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ സത്യത്തിൽ അരിത ബാബു വിചാരിച്ചത് ഇത് വലിയ രീതിയിൽ ഒരു പോസിറ്റീവ് വാർത്തയായിട്ട് മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവസാനം അരിത ബാബു അടക്കമുള്ള ആളുകൾ ഏറിലായി എന്നുള്ളതാണ്. ഒരു പ്രവർത്തകയ്ക്ക് ഒരു പ്രതിഷേധത്തിൽ പരിക്ക് പറ്റുമ്പോൾ ആ പ്രവർത്തകയുടെ പേരും പറഞ്ഞ് പിരിവ് നടത്തി പുട്ടടിച്ച് നടക്കുന്ന ആളുകളുടെ പാർട്ടിയുടെ പേരാണ്, യുവജന സംഘടനയുടെ പേരാണ് യൂത്ത് കോൺഗ്രസ് എന്ന് ജനങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും പണി പാളി എന്ന് കണ്ടപ്പോൾ അരിത ബാബു ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പല ഭാഗങ്ങളും ഒക്കെ മുക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അരിത ബാബുവിന് അറിയാത്തൊരു കാര്യം പറഞ്ഞു തരാൻ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട ശേഷം റീ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ എന്താണ് എഴുതിയിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ 8 ലക്ഷത്തിന്റെ കഥയൊക്കെ അരിത ബാബു മുക്കി. പക്ഷെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് പലതും കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ വൈകാരികമായിട്ടുള്ള പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഇത് മുഖ്യ ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: മേഘരാജിന് ചികിത്സ നൽകുന്നതിനൊപ്പം തന്നെ അവരെ സാമ്പത്തികമായി കൂടി സഹായിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും അബിൻ വർക്കിയും കൂടി തീരുമാനമെടുത്തു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു ബ്യൂട്ടീഷ്യനായ മേഘ തന്റെ സ്വപ്നമായിരുന്ന സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുക എന്ന ആശയം ബാങ്ക് വായ്പ എടുത്ത് യാഥാർത്ഥ്യമാക്കിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. തന്റെ കഴുത്തിന് ഏറ്റ പരിക്കുകൾ കാരണം പെട്ടെന്ന് കൈകൾ കൊണ്ട് ഭാരിച്ച ജോലികൾ ചെയ്യുവാൻ കഴിയില്ല എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവരെ മാനസികമായി തളർത്തിയിരുന്നു. ഈ അവസരത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ യൂത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റാര് എന്ന ചിന്ത തന്നെയാണ് അതിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഒരു സഹായം നൽകുവാൻ പ്രസ്ഥാനം തീരുമാനിക്കുകയും അത് മേഘയെ അറിയിക്കുകയും എന്നും പ്രസ്ഥാനം കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. പിന്നീട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലും പുറത്തും പ്രവർത്തിക്കുന്ന പോഷക സംഘടനകൾ വഴി ഏകദേശം 8 ലക്ഷം രൂപ സമാഹരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മേഘയ്ക്ക് കൈമാറി. അതിനുപരി ദിവസ കൂലിക്ക് ജോലി ചെയ്യുന്നവർ മുതൽ ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നിരവധികളായ ആളുകൾ ചെറുതും വലുതുമായ സാമ്പത്തിക സഹായം നൽകി ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. തുടർന്ന് ചികിത്സകൾ എല്ലാം നൽകി അനന്തപുരി ആശുപത്രിയിലെ ബില്ല് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് നൽകി. അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വീട്ടിലെത്തിച്ചേരുന്ന ടാക്സി കൂലി സഹിതം എന്റെ പ്രസ്ഥാനം കരുതലോടെ നൽകി ചേർത്തു പിടിച്ചു. തുടർന്ന് മേഘരാജ് എത്തിയത് കരുനാഗപ്പള്ളിയിലെ തന്റെ സ്വന്തം വീട്ടിലേക്കാണ്. അവിടുത്തെ സ്ഥലം MLA
CR മഹേഷ് വീട്ടിലെത്തി കിടക്കുവാനുള്ള മെഡിക്കൽ ബെഡും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി പ്രാദേശിക നേതൃത്വത്തെ എന്തിനും സജ്ജരാക്കി ഒപ്പം നിർത്തി. പിന്നീട് പൂർണ്ണമായ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സാധനമാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും പുകഴ്ത്തി അടിച്ചിട്ടുണ്ടായത് ബാബു. അപ്പൊ അങ്ങനെ പുകഴ്ത്തി അടിക്കുന്നതിനിടയിൽ ഈ പറയുന്ന ഇത് മേഘ രഞ്ജിത്ത് കാണാനിടയായി. അങ്ങനെ മേഘ വരികയാണ്. മേഘ വന്നിട്ട് ഇതിനടിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: ഈ പറഞ്ഞ തുക എനിക്ക് കൈമാറാതെ ഇടയ്ക്ക് നിന്ന് ആരാണ് കൈപ്പറ്റിയത്? അതുകൂടി പരസ്യമായി പറയണം. ഞാനും കൂടി അറിയണമല്ലോ എന്റെ പേരിൽ ആരാണ് വലിയൊരു എമൗണ്ട് കൈപ്പറ്റിയതെന്ന്. നാണമാകുന്നില്ലേ യൂത്ത് കോൺഗ്രസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ പെൺകുട്ടിയുടെ പേരിൽ പണം പിരിച്ചു, 8 ലക്ഷം രൂപ പിരിച്ചു. എന്നിട്ട് ആരൊക്കെയോ കൂടി അത് പുട്ടടിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിടുകയാണ്. ആ പൈസ അവരുടെ കൈകളിൽ എത്തിയോ, ആ പൈസ അവർക്ക് കിട്ടിയോ എന്ന് പോലും ഒരു നേതൃത്വവും അന്വേഷിച്ചിട്ടില്ല എന്നതും ഇവിടെ വ്യക്തമാണ്. ഒരാളുടെയും ഒരു നേതാവിനും പ്രവർത്തകരുടെയും അണികളുടെയും കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള പ്രതിബദ്ധതയോ അവരുടെ യാതൊരു കമ്മിറ്റ്മെന്റ്സോ ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു നേതാവ് ഇത്തരത്തിലൊരു പോസ്റ്റ് എഴുതിയിടുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പൈസ കൊടുത്ത വിഷയത്തെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള അറിവും ഇവർക്കില്ല എന്നതുകൂടി നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെയോ പറയുന്നു, അതൊക്കെ കേട്ട് ഛർദ്ദിക്കുന്നു. എന്തോ ആവട്ടെ, ആ 8 ലക്ഷം രൂപ ഇപ്പൊ അവിടെ ഉണ്ട് എന്ന് മാത്രമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോ ഈ വിഷയം, അതായത് ഈ മേഘ രഞ്ജിത്ത് എപ്പോഴാണ് അറിയുന്ന സാഹചര്യം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേഘ രഞ്ജിത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പോസ്റ്റ് ഒക്കെ ഇട്ടത് ഞാൻ ആ പോസ്റ്റ് കൂടി വായിക്കാം. ആ പോസ്റ്റിനടിയിലാണ് ചില ആളുകൾ കമന്റ് ഇട്ടത്. ആ 8 ലക്ഷം രൂപയുടെ ഒരു നന്ദി പ്രകടിപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് മേഘ രഞ്ജിത്ത് അരിതാ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി നോക്കുന്നത്. അതിനുശേഷമാണ് മറുപടി കൊടുക്കുന്നത്. അന്ന് മേഘ രഞ്ജിത്തിന്റെ പോസ്റ്റ് ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ: അപ്രതീക്ഷിതമായ ഒരു വീഴ്ചയിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്നതിന് ഇന്നേക്ക് ഒരാണ്ട് തികയുന്നു. അപരിചിതമായ ഒരു കൂട്ടം മനുഷ്യർ ഈ വീഴ്ചയിൽ കൈപിടിച്ചുയർത്തുവാൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പരിചിതരായ പലരും അകന്നുപോയി. മനസ്സിലെ വിഗ്രഹങ്ങൾ പലതും ഉടഞ്ഞുപോയ നിമിഷങ്ങൾ. ആ വാക്കിൽ തന്നെ പലതുമുണ്ട്. ജീവിതത്തിലെ പല ഇഷ്ടങ്ങളും ഇല്ലാതാകുന്നു. ഇപ്പോഴും ജീവിതത്തിനോടും വേദനകളോടും മല്ലടിക്കുന്ന ദിവസങ്ങൾ. പ്രിയപ്പെട്ടതല്ലാഞ്ഞിട്ടും കൃത്യമായ ഇടവേളകളിൽ നിർബന്ധമായും പോകേണ്ടി വരുന്ന ആശുപത്രി വരാന്തകൾ. മരുന്നുകൾ കൂടെ കൂടിയിട്ടും ഒരാണ്ട് തികയുന്നു. അങ്ങനെ കുറെ ഏറെ വിഷമങ്ങളും അതിനിടയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ഈ യാത്ര തുടരുന്നു. 2025 പുതിയ 1000 പ്രതീക്ഷകളും മുടഞ്ഞുപോയ സ്വപ്നങ്ങൾ വാർത്തെടുക്കുവാനുമുള്ള ആരോഗ്യവും ആയുസ്സും തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞ് ആണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനടിയിൽ ആൾക്കാർ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചു തന്ന പാർട്ടിയെ പറ്റി 2 വാക്ക് എഴുതാഞ്ഞത് മോശമായി പോയി, അത് എഴുതാൻ ആർതി ബാബു വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ആർതി ബാബുവിന് വേണ്ടി വാദിക്കുന്ന കുറെ ആൾക്കാർ അവിടെ വന്നു. അപ്പോഴാണ് ഈ മേഘ രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു, ആർതി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടെ ചെന്നപ്പോ ഈ പറയുന്ന പോലെ വ്യക്തമായി തന്നെ ആർതി ബാബുവിനോട് ഈ പറയുന്ന മേഘ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെയാണ് യൂത്ത് കോൺഗ്രസും ആരതി ബാബുവും ഒക്കെ പെട്ടുപോയത്. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് മേഘ രഞ്ജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല വിഗ്രഹങ്ങളും വീണുടഞ്ഞു എന്നുള്ളതാണ്. അതായത് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു അഭിനയ പ്രസ്ഥാനമാണെന്ന് ഈ പറയേണ്ട കാര്യമില്ല. ഈ പാർട്ടി വിടുന്ന അല്ലെങ്കിൽ യുവജന സംഘടന വിടുന്ന പലരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഷാനിബൊക്കെ ഈ പാർട്ടി വിട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് ഇവരുടെ ഈ ഇരട്ടത്താപ്പും ഇവരുടെ ഈ മുതലെടുപ്പ് രാഷ്ട്രീയവും അതൊക്കെ തുറന്നു കാട്ടിയത് നമ്മൾ കണ്ടതാണ്. സംഘപരിവാർ രാഷ്ട്രീയം തുറന്നു കാട്ടിയത് നമ്മൾ കണ്ടതാണ്, അല്ലെ? ആളുകളെ വലിയ രീതിയിൽ തന്നെ ഇങ്ങനെ എപ്പോഴും പുകഴ്ത്തി സംസാരിച്ച് ആളുകളെ ഇങ്ങനെ പൊക്കിയടിച്ച് നടക്കുന്നവർക്ക് മാത്രമാണ് ഇവരുടെ പാർട്ടിയിൽ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ആ ഷാനിബും അതുപോലെ സരിനും ഒക്കെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. നമുക്കറിയാമല്ലോ, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 30 വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഒരനക്കവുമില്ല. എവിടെ പോയി എല്ലാവരും? ഡിവൈഎഫ്ഐ ഒക്കെ സമാഹരിച്ച പണം ഉപയോഗിച്ച് വീട് പണിയാനുള്ള പല നീക്കങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തുകയൊക്കെ കൈമാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യൂത്ത് കോൺഗ്രസ് ഈ പേരും പറഞ്ഞ് ചില പിരിവൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ എത്ര പൈസ അവിടെ എത്തുമെന്ന് ദൈവത്തിനറിയാം. ഇവരെന്ന് പിരിവ് നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ അത് നല്ല രീതിയിൽ തന്നെ മുക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം എന്തായാലും ആവശ്യമാണ്. അല്ലെങ്കിലും ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് പറയാനുള്ള സാധ്യത ഞങ്ങളൊരു അന്വേഷണം നടത്തും എന്നാണല്ലോ. അവസാനം ആ അന്വേഷണം എവിടെയാണ് പോയി നിൽക്കാറ് എന്നെല്ലാവർക്കും അറിയാം. ആ DCC ട്രഷറർ NM വിജയന്റെയും മകന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അവരെങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്ന് അറിയാമല്ലോ. IC ബാലകൃഷ്ണനും അപ്പച്ചനും ഒക്കെ കൊടുത്ത പണിയും നമ്മൾ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് വായിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു മുഖം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വലിയ രീതിയിൽ ഇങ്ങനെ വെള്ള പൂശണ്ട അരിതാ ബാബു. പൂശും തോറും അകത്ത് കിടക്കുന്ന ചെമ്പ് പുറത്ത് വരികയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.